ഹായ് കൂട്ടുകാരെ, കണ്ടില്ലേ നല്ല അടിപൊളി ചിക്കൻ റോള്. ഈ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ ഈസിയാണ്. ഈ ചിക്കൻ റോള് അങ്ങ് ഉണ്ടാക്കി കുട്ടികൾക്ക് അങ്ങ് കൊടുത്തു നോക്കി നിങ്ങൾ. ഇപ്പം സ്കൂള് മദ്രസ ഒക്കെ തുറന്ന ടൈമാണ്. രാവിലെ എഴുന്നേക്കാൻ പ്രയാസം, രാവിലെ കുളിപ്പിക്കാൻ പ്രയാസം, ഭക്ഷണം കഴിക്കാൻ പ്രയാസം, നിന്ന് തരുമല്ലോ. അപ്പം ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ചിക്കൻ റോളാണെന്നും പറഞ്ഞിട്ട് ഭയങ്കര അത്രക്കും ടേസ്റ്റാണ് അത്. ഇത് ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ നിങ്ങളെ വീട്ടിലെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഉമ്മ ആയിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഒന്നും കൂടി നമ്മൾ ഉണ്ടാക്കുക കേട്ടോ എന്ന് പറയും. അത്രക്കും ടേസ്റ്റായി ഇത് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം, മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, അടിപൊളി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാം, നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോവാം. നവീനി, അപ്പോൾ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റിൽ വേണ്ട താരം ചിക്കൻ. അതാ ചിക്കൻ ഇവിടെ എടുത്തു വെച്ചു. പിന്നെ എൻ്റെ കൂട്ട് ശരിയാക്കണമല്ലോ, ഇതിൻ്റെ ഉള്ളിൽ നിറക്കാൻ ഫില്ല് ചെയ്യാൻ. ഇനി വലിയ ഉള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, അത്രയും നമ്മൾ കൂട്ട് റെഡിയാക്കിയിട്ട് പിന്നീട് വേണ്ടതാണ് മുട്ട, ബ്രെഡ്, പിന്നെ മൈദപ്പൊടി. ഇനി നമുക്ക് ഒരുങ്ങാം കേട്ടോ. ഇനി ഞാൻ ചിക്കൻ എടുത്ത് കഴുകി കുക്കറിൽ വേവിക്കട്ടെ. കുക്കറിൽ ഒരു വിസലങ്ങ് വരുത്തിയാൽ മതി, ചിക്കൻ വേഗം വെന്തോളൂ. പിന്നെ ഇതെല്ലാം അരിഞ്ഞ് വൃത്തിയായി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ചിക്കൻ ഞാൻ കുക്കറിലൊന്ന് വേവിക്കാം കേട്ടോ. ഇതിന് എല്ലുണ്ടാവും, എല്ല് നമ്മൾ എടുത്ത് കളയണം. പിന്നെ അത് കറക്കുമ്പോൾ ഞാൻ കാണിച്ചിരുന്നുണ്ട്. കുക്കറിൽ ഒരു വിസൽ മതി, അപ്പോഴേക്കും ഇത് വെന്തു. അല്ലാണ്ട് തിളപ്പിച്ച് വറ്റിക്കുമ്പോൾ ഒക്കെ ധൈര്യക്കുറവാണ്, വെന്തില്ല എന്നുള്ളത്. നമുക്ക് നല്ല വേവ് ഉണ്ടെങ്കിലേ നമുക്ക് റാഹത്തിൽ തിന്നാലോ. അങ്ങനെ മഞ്ഞൾ പൊടി ഇട്ട്, മുളക് പൊടി, കുറച്ച് മുളകും പൊടി, കുറച്ച് ഉപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ മാറ്റിയില്ല. ഇനി അത് ഇത്തിരി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് വറ്റിക്കും ഞാൻ. ഒന്ന് വേവണമല്ലോ. അടുപ്പത്ത് വെക്കട്ടെ. കുക്കർ അടുപ്പത്ത് വെച്ചു. ഇനി ഇത് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് കാത്തു നിൽക്കേണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കാം. ഒരു വിസിൽ അങ്ങ് ഓഫാക്കാം. അപ്പോൾ ചിക്കൻ റോളിന് ചിക്കൻ കുക്കറിൽ വെച്ചു, അത് വെന്ത് ഓഫ് ചെയ്തു. പിന്നെ ഉള്ളി അരിഞ്ഞു, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ അറിയുക, ഞാൻ ഈ ഉള്ളിയല്ല അരിഞ്ഞത് ഇതിലരിഞ്ഞാൽ നമുക്ക് കണ്ണിൽ അങ്ങനത്തെ ഒന്നും ബുദ്ധിമുട്ട് വരുന്നില്ല കേട്ടോ. ഉള്ളി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില എല്ലാം അരിഞ്ഞത് ഇതിലാ. സൂപ്പറാട്ടോ അത് സംഭവം. ഞങ്ങൾ കാണിച്ചു തന്നത് ഉള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ, നല്ല സൗകര്യം. ഇനി ഞാൻ ചിക്കൻ ഒന്ന് ചതക്കട്ടെ. അങ്ങനെ ചിക്കൻ ഇവിടെ വിസിലൊക്കെ കഴിഞ്ഞ് എടുത്ത് ഇതാ. ഇനി നമുക്ക് ഇതിൻ്റെ ചിക്കൻ ആകുമ്പോൾ ഇതിൻ്റെ എല്ലാം കളയണം, നമ്മൾ ചതക്കണമല്ലോ. ചൂടാ ഒക്കെ പെട്ടെന്നുള്ള പരിപാടികളാണ് ഇത്. നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചിക്കൻ റോളിൻ്റെ ഒരു ടേസ്റ്റ് ചമ്മോ ഭയങ്കര ടേസ്റ്റാണ്. വൈകുന്നേരം സ്കൂളും വിട്ട് വരുന്ന മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താൽ എൻ്റെ അമ്മോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും പറയണ്ട. പിന്നെ മക്കൾ പിന്നെ വേറെ ഒന്നും തിന്നൂല, ഇത് ഉണ്ടാക്കി കൊടുത്തു പോയാൽ അത്രക്കും ടേസ്റ്റ്, അഡിക്റ്റായിപ്പോവും. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ എല്ലാം എടുത്ത് മാറ്റി. ഒരു എല്ല് പോലും ഇതിൽ കുടുങ്ങാൻ പറ്റൂല, മിക്സി കേടുന്നു. ഇത് ഒറ്റ പൊടിക്കൽ ഇങ്ങനെ പൊടിക്കുമ്പോഴേ. പിന്നെ അതുമല്ല കഷ്ണങ്ങളൊക്കെ കുടുങ്ങിയാലേ കുട്ടികളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ എല്ലാം കൊണ്ടും പ്രശ്നമാണ്. അപ്പം ഇത് നല്ലോണം ഇത് ശ്രദ്ധിക്കണം കേട്ടോ, എല്ല് എല്ലൊക്കെ. ഇനി ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് വാട്ടാൻ തുടങ്ങാം. പണിയെല്ലാം കഴിച്ച് വെച്ചാൽ വാട്ടാൻ പോകും, പിന്നെ അതിൻ്റെ പുറകെ എടുക്കണ്ടല്ലോ. അങ്ങനെ അപ്പോൾ ചിക്കൻ ഇത് നമ്മൾ ബീഫ് കൊണ്ട് ഉണ്ടാക്കും കേട്ടോ. ഇപ്പം നിങ്ങളൊക്കെ ഈ ഫ്രിഡ്ജിലൊക്കെ ബീഫ് തീർന്നിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ബീഫ് എടുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞളും കുക്കറിലിട്ട് വേവിച്ചിട്ട് അതെടുത്തിട്ടൊന്ന് ഇതുപോലെ, അതിന് ശേഷം ഇതുപോലെ ചെയ്യുക. അതിന് പിന്നെ എല്ലാം ഒന്നും കളയേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ, അതിലുള്ളത് ഉണ്ടാവും. ഒന്നിങ്ങനെ അങ്ങോട്ട് ചതുക്കിയെടുക്കുക. കറക്കട്ടെ.
അത്ര മതി. ഇതന്നെ ആവുമ്പോൾ പൂ പോലെ ഇതാ നോക്ക് നോക്ക് ഇതാ നല്ല അടിപൊളിയായി. അങ്ങനെ എന്താ ഈ പണിയും കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഗ്യാസ് കത്തിച്ച് തുടങ്ങുന്നത്. നമ്മൾ ചിക്കൻ എത്ര കൂടുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ എന്താക്കുന്ന അറിയാം, ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഇടും, പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ പീസ് ഇടും. അപ്പോൾ പിന്നെ അത് ഇതിന് വേണ്ട, അത് കുറേ ചിക്കൻ ഉണ്ടല്ലോ, എന്താ ഉള്ളി ഇത്രയല്ലേ ഉള്ളൂ. ഇനി നമുക്ക് തുടങ്ങട്ടോ. ഞാൻ ഇരുമ്പും ചട്ടിയിലാണ്, 2-3 ബെല്ലൊക്കെ വരണം. ഇനി ഇരുമ്പിൻ ചട്ടി അടുപ്പത്ത് വെച്ചു. ഇരുമ്പിൻ ചട്ടിയിൽ മൺചട്ടിയിൽ കറീനൊക്കെ എന്നൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ആട്ടിച്ച തന്നെയാണ്, അതുകൊണ്ട് എന്താ സ്മെല്ല് എന്നറിയോ, അടിപൊളിയാ, നല്ല സ്മെല്ല് വെളിച്ചെണ്ണക്ക്. പാം ഓയിൽ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ, ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഒന്നും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട്. ആ മെഷീൻ്റെ അകത്ത്, ആ യന്ത്രത്തിൻ്റെ അകത്ത് അരിഞ്ഞിട്ട് നോക്ക്, നല്ല രസമല്ലേ, അത് ഒതുങ്ങുന്നു. ഇതിവിടെ വാങ്ങി വെച്ചിട്ട് കുറേ ആയി, ഞാൻ അതൊന്നും എടുക്കലില്ല, അതൊക്കെ കഴുകി വെക്കണ്ടേന്ന് വിചാരിച്ചൊരു മടി പിടിച്ചിട്ട്. പിന്നെ കണ്ണിനൊക്കെ ഒരു പ്രശ്നം, കണ്ണിൽ ഉള്ളി അരിയുമ്പോഴേ, ഇത് കൂടുതൽ അരിയുമ്പോൾ, അതുകൊണ്ട് ഞാൻ എടുത്തതാ എല്ലാം ഒന്നിച്ച്. നമുക്ക് ചിക്കൻ പിന്നെ നല്ല ചെറുപ്പക്കാരികളൊക്കെ അത് നല്ല തകൃതിയായിട്ട് അടിപൊളിയാക്കി ഉണ്ടാക്കും. ഓരോന്ന് കണ്ടാൽ അതിനനുസരിച്ച്. ഇതിവിടെ നോമ്പിനാട്ടോ ഉണ്ടാക്കൽ, അതിൻ്റെ പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടാക്കരുത്. നോമ്പിനുണ്ടാക്കി മടുത്ത് പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കൂല. ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ, നമ്മളങ്ങനെ 30 ദിവസവും മടുത്തുകല്ലോ ഇത് ഉണ്ടാക്കിയിട്ട്. ഇപ്പോൾ രണ്ടാമത് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയല്ലോ, അപ്പോൾ ഒരു പൂതി ഉണ്ടാക്കട്ടെ എന്നുള്ളത്. പിന്നെ ഫ്രിഡ്ജിലാണെങ്കിൽ ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്. ഞാൻ ഉപ്പിടട്ടെ. നമ്മൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചിക്കൻ്റെ അകത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ളത് മതി. ഇനി എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് രുചിച്ച് നോക്കാമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിടുക. കൂടിപ്പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലേ, കുറവായാൽ ടേസ്റ്റ് കുറയുന്നേ ഉള്ളൂ, കൂടിയാൽ കഴിഞ്ഞു, കഥ കഴിഞ്ഞു, ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറി. അപ്പം എനിക്ക് ഉപ്പിടുന്ന കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കല. ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞളും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട്. ഇതായി റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചിക്കൻ ഇടട്ടെ. ചിക്കൻ കുറച്ച് കൂടിയോട്ടെ, നല്ല ടേസ്റ്റാണ് കൂടിയാൽ. ഇനി ഞാൻ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ, ചിക്കൻ ഇട്ടതല്ലേ. എന്താ സ്മെല്ല്, സൂപ്പർ കേട്ടോ. വെളിച്ചെണ്ണയും കൂടി, ആട്ടിയ വെളിച്ചെണ്ണയും കൂടി ആയി വെക്കുമ്പോൾ, ചേർന്ന് വെക്കുമ്പോൾ കൂട്ട് റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ബ്രെഡ് മിക്സിയിലൊന്ന് കറക്കണം. അങ്ങനെ ബ്രെഡ് ഇവിടെ പൊടിയായി കഴിഞ്ഞു. അങ്ങനെ മുട്ട ഞാൻ ആദ്യം പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നല്ലതാണോ ചീത്തയാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ മിക്സിയിലേക്ക് ഇടൂ. അങ്ങനെ പറ്റലുണ്ട് പണ്ടൊക്കെ കേട്ടോ. അപ്പം പിന്നെ പാഠം പഠിച്ചത് കൊണ്ട് കുഴപ്പമില്ല, നല്ല മുട്ടയാണ്. 4 മുട്ട എടുക്കാൻ തോന്നുന്നു. നല്ല മതി. മിക്സിയിലിടണമെന്നൊന്നുമില്ല, നമ്മൾക്ക് ഇങ്ങനെ അങ്ങ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് എന്തൊക്കെ റെഡിയായി. ചിക്കൻ റോളിൻ്റെ ചിക്കൻ കൂട്ട് റെഡിയായി. ഇവിടെ ബ്രെഡ് പൊടി, ഇത് മുട്ടയും. ഇനി ഞാൻ അടുത്തത് മൈദ. കുറേ പേര് മൈദ കുഴച്ച് പരത്തിയിട്ടൊക്കെ അത് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടത്. പക്ഷെ ഇവിടെ എങ്ങനെ ഉണ്ടാക്കുകയെന്നറിയോ, മൈദൻ്റെ ദോശ മൈദ ദോശ അതെടുത്തിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കുക. ഞാൻ വിചാരിക്കും പരത്തിയല്ലേ നല്ലത്, പക്ഷേ മൈദ ദോശ ഒന്നും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാൽ വരി നമുക്ക് മൈദ മാവ് റെഡിയാക്കാലോ. ഇനി ഞാൻ മൈദ മാവ് ഉണ്ടാക്കുക. കുറച്ച് ഉപ്പിടട്ടെ, പാകത്തിന് ഉപ്പ്.
എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് എൻ്റെ ചിക്കൻ റോളിന് കുഴക്കണ്ട, ഉരുട്ടണ്ട, പരത്തണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ അങ്ങ് ഇളക്കിയാൽ മതി വെള്ളം ഒഴിച്ചിട്ട്. കുറച്ച് ഒരു മഞ്ഞൾപ്പൊടി ഇടുക. ഒരു മഞ്ഞ കളറിന് അല്ലെങ്കിൽ വെളുത്തുണ്ട് ഇത്, അതുകൊണ്ടാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ സാധാ ദോശ ഇടുന്ന ആ ഒരു ലൂസ് നല്ല റെഡിയാക്കിയിട്ട്, പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കുഴച്ചത്, ലൂസാക്കുന്നതൊക്കെ. കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ദോശമാവിൻ്റെ മൈദ ദോശ നമുക്ക് തുടങ്ങാം കേട്ടോ. ഞാൻ അടുപ്പത്ത് വെച്ചു, നോൺ സ്റ്റിക്കിലാണ് ചുടുന്നത് കേട്ടോ. ദോശയാ. ഇങ്ങനെ പരത്തുക. അധികം പരത്തണ്ട, അധികം പരത്തുമ്പോൾ ചിക്കൻ റോള് വലുതായി പോവും. ഇത് ചുട്ട് കഴിഞ്ഞു. ഇനി ഞാൻ നറുക്കുന്നത് കാണിച്ചു തരാം. ഇതിങ്ങനെ വെച്ചിട്ട് നീളത്തിൽ, നമ്മൾ ചിക്കൻ റോള് നീളമാണല്ലോ വേണ്ടി. നല്ല മസാല ആണെങ്കിൽ നല്ല രസം. ഈ ഭാഗം ഇങ്ങനെ മടക്കുക. അതെന്തിനാ അറിയോ? അത് ഒന്നും ആവാണ്ടെക്കാൻ, പുറത്തേക്ക് ചാടാണ്ടെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉള്ളോട്ട് അങ്ങ് തിരിച്ചു വെച്ചാൽ മതി. അങ്ങനെ അടിപൊളി ചിക്കൻ റോൾ ഇവിടെ. ഇതിങ്ങനെ അമർത്തണം കേട്ടോ. മൈദ ആയതുകൊണ്ട് വേഗം റെഡിയാവും. ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഞാൻ കുറേ ഇങ്ങനെ കാണിക്കാതെ, അതിങ്ങനെ ഇങ്ങോട്ടേക്ക് വെച്ചിട്ട്, ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് ഇങ്ങനെ അങ്ങ് പോരാ. അടിപൊളിയായി. അടിപൊളി കണ്ടോ? ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇത് പൊരിക്കുമ്പോൾ കുറേ പണികളുണ്ട്. മൈദ ആയതുകൊണ്ട് വേഗം ഒട്ടിക്കോളൂ ഇങ്ങനെ വെച്ചാൽ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഉരുട്ടി വെച്ചു. റോളാക്കി വെച്ച്, ഓരോ റോൾ ഇത്രയും. ആ മസാല കൂട്ടും കണക്കാട്ടോ. ആ മൈദ കുഴച്ചതും എല്ലാം എന്തോ കണക്കായി മാറിയത്. ഇപ്പോൾ ഒന്നും ബാക്കിയില്ല. കണ്ടോ? അടിപൊളി. ഇനി നമുക്ക് പൊരിക്കാൻ നോക്കണം. അതിന് ഞാൻ ഇവിടെ പൊടിച്ചേ കണ്ടല്ലോ, മുട്ടയും. ഇപ്പം ഇത് പോരാതെ കണ്ടാൽ വീണ്ടും പൊടിക്കൂ. ഈ മുട്ടയും അതുപോലെ തന്നെ കൂടുതൽ പൊടിച്ച് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് തുടങ്ങാം കേട്ടോ പൊരിക്കുന്നത്. എന്താ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ടേസ്റ്റ് അതിനേക്കാൾ സൂപ്പർ. അപ്പോൾ ഞങ്ങൾ ഇനി ഞാൻ പൊരിക്കാൻ ഒരുങ്ങുക കേട്ടോ. എല്ലാം റെഡിയായി. ഇരുമ്പിൻ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി. ഇനിയാണ് നമ്മളെ മുട്ട. ചിലരത് മിക്സിയിൽ അടിച്ചിട്ടാണ് ഒഴിക്കുന്നത്. ഞാൻ മിക്സിയിൽ അടിച്ചില്ല. ഒരു ചിക്കൻ റോൾ ഇങ്ങ് എടുക്കുക. എടുത്തിട്ട് നല്ലോണം ഇങ്ങോട്ട് മുക്കുക. ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്നത് തന്നെ ആയിരിക്കും. ഞാൻ കുറേ മുക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് പൊതിയണം നല്ലോണം. ആ മുട്ടൻ്റെ ഇതുകൊണ്ട് അങ്ങ് ഒട്ടിപ്പിടിക്കൂ. അതാണ് ഇപ്പം ഇതിൻ്റെ കെമിസ്ട്രി. ഇനി ഞാൻ ഇടട്ടോ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഞാൻ കുറേ അങ്ങോട്ട് ഇത് വെച്ചതാ. പരന്നത് കൊണ്ടേ കുറേ എണ്ണം പോവും. അങ്ങനെ ഒരു സുഖമുണ്ട്. ഞാൻ മെല്ലെ ഒന്ന് മറിച്ചിടട്ടെ. ഇത് ബ്രെഡ് ആയതുകൊണ്ടേ വേഗം കറക്കും. അങ്ങനെ ഞാൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി കോരി എടുക്കുക കേട്ടോ. അധികം കറുത്താൽ നമുക്ക് എന്താണെന്ന് അറിയോ, ഒരു
കയ്പ്പ് രസമായിരിക്കും. ഇത്രയും അധ്വാനിച്ച് ഇത്രയും ടേസ്റ്റിൽ ഉണ്ടാക്കിയിട്ട് എല്ലാം ഓരോ സമയത്തിന് തന്നെ എടുക്കണം. ഇതാ ഒന്ന് കുറച്ചൊരു കറുപ്പായി പോയിക്കിട്ടോ. അങ്ങനെ ഒരു ട്രിപ്പ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് ഇടാൻ പോവുക. ഇവിടെ റെഡിയായി കഴിഞ്ഞു. രണ്ടാമത്തെ ട്രിപ്പ് റെഡിയായി കഴിഞ്ഞു. ഫ്രഷ് എല്ലാം ഇതാണല്ലോ. ഈ പാകത്തിന് എടുത്തു പോകണം. കുറച്ച് മൂത്ത് പോയാണ്ടല്ലോ നമുക്കിതാ ഇത് കുറച്ചൊരു കറുപ്പ്. ഇതാ അടിപൊളി. ഹായ് എന്താ സ്മെല്ല് എന്നറിയോ. ഇനി അടുത്തത് ഇടട്ടെ. ഇതാ നല്ല ഇടാവും. കൈമേലൊക്കെ എങ്ങാനായാൽ ഇതായിട്ട് കാണിച്ചു തരാം. അങ്ങനെ മൂന്നാമത്തെ ട്രിപ്പും ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ക്രിസ്പിയാ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല അടിപൊളിയാണ്. പടപടാന്ന് വഴുക്കുന്നുണ്ട്. ഞാൻ അടുത്ത് ഇടട്ടെ. അങ്ങനെ ഞാനിതാ ഫുള്ള് ഒരിച്ച് കഴിഞ്ഞു. ഇതാ എന്താ അടിപൊളി കേട്ടോ. ഞാനിപ്പോൾ എല്ലാം ഫുള്ള് കാണിച്ചിരുന്നില്ല നിങ്ങൾക്ക്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മൈദ അല്ലേ, മൈദ ഞാൻ കൈയോണ്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഞാനിങ്ങനെ കുഴച്ചെടുത്തിട്ട് ദോശമാവ് പോലെ അങ്ങനെ ആക്കിയല്ലേ, അത് നമുക്ക് മിക്സിയിലടിക്കാം. ഞാൻ രണ്ടാമത് തീർന്നപ്പോൾ ഞാൻ കുറച്ച് മിക്സിയിലടിച്ചപ്പോൾ എനിക്ക് തോന്നി മിക്സിയിലടിക്കുന്നത് നല്ല തന്നെ, കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. അപ്പോൾ നോക്ക് എന്താ അടിപൊളി. ഇത് ഒന്ന് നമ്മൾക്ക് വാങ്ങി ചായ ഇതുമല്ല നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുക. നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും മല പോലെ ഉണ്ടാക്കി തിന്നാം. കാരണം ഫ്രഷാണ്, വെളിച്ചെണ്ണ ഫ്രഷ് എല്ലാം ഇന്ന് എടുത്തതാണല്ലോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എങ്ങനെ ഉണ്ട് എന്ന് അഭിപ്രായം പറയണേ. എനിക്ക് പേടി എന്താണെന്നറിയോ, കുറ്റ്യാടി, നാദാപുരം, കണ്ണൂർ ഭാഗത്തുള്ളവർ അവർ ഫുഡിൻ്റെ കോട്ടിട്ട ആളാണ്. ഫുഡിൻ്റെ പ്രിയപ്പെട്ടവർ കുറേ പേര്, എൻ്റെ കൃഷി കാണുന്ന കുറേ പേര് ഫുഡിന് കോട്ടിട്ട ആളാന്ന് എനിക്കറിയാം. അപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. എനിക്ക് അവർ കാണുന്ന പേടി. ഏതായാലും ഞാനിവിടെ അടിപൊളി ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ നോമ്പിനുണ്ടാക്കും കുഞ്ഞിപ്പത്തിന്, കോഴിയട, ഇത് കൊമ്പനട എന്താന്നൊക്കെ ഒരാൾ ചോദിച്ചിരുന്നു. ഇനി ഞാനിത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. യോ നോക്ക് എന്താ അടിപൊളി, ഉഷാർ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇത് നമുക്ക് ശരിക്കും എനിക്ക് രാവിലെയൊക്കെ ഇത് കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ചായക്കൊക്കെ. ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. നിങ്ങളെ മുമ്പ് വെച്ച് കഴിക്കുന്നതിന് വിഷമമുണ്ട് എന്നാലും ഒന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാണ്. കഴിച്ചു നോക്കട്ടെ കേട്ടോ. ബിസ്മില്ലാഹിർ എൻ്റെ അമ്മോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഉപ്പ് ഒത്തതാ, ഉപ്പ് എരിവ് എല്ലാം ഒത്തതാ. ഒരു സുമാറങ്ങ് ഇടല. ഇത്രയും പ്രായമായില്ലേ, ഇട്ടിട്ടിട്ട് ശീലിച്ചല്ലേ, അതിനോണ്ട് അളവൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ അങ്ങനെ സുമാറിടല. അപ്പം കാപ്പിയും ഇതിൻ്റെ ഒന്ന് തിന്ന് ടേസ്റ്റൊക്കെ അറിഞ്ഞു കേട്ടോ. സോറി കേട്ടോ, നിങ്ങൾക്ക് തരാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ ചിക്കൻ റോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.